പൈത്തണിലെ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എന്താണ്, അത് എന്താവശ്യത്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ നമുക്കത് ഉപയോഗിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് ലിസ്റ്റിൽ ഒരു ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലിസ്റ്റ് ഡാറ്റ ടൈപ്പിൽ നമുക്ക് കുറച്ച് വാല്യൂസ് ഉണ്ട്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നമുക്ക് ചെയ്യണം. അപ്പോൾ അത് ഒരു ഫോർ ലൂപ്പ് ഇട്ട് ചെയ്യാതെ നമുക്ക് ഒറ്റ സിംഗിൾ ലൈനിൽ ചെയ്യാനായിട്ടാണ് നമ്മൾ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ എനിക്കൊരു ലിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് x ഈക്വൽ ടു ആപ്പിൾ, ഓറഞ്ച് ആൻഡ് ഗ്രേപ്പ്. അപ്പോൾ എനിക്ക് ഇതിലൊരു ഓപ്പറേഷൻ ചെയ്തിട്ട് എനിക്ക് മറ്റൊരു ലിസ്റ്റ്, അതായത് y എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ഉണ്ടാക്കണം. അതിൽ എനിക്ക് വേണ്ടത്, അതായത് എക്സിൽ ആദ്യത്തെ എലമെൻറ്റിൽ എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടോ അതാണ് വരേണ്ടത്. അതിപ്പോൾ ഇവിടെ 1 2 3 4 5 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. സെക്കൻഡ് വരുന്നത് 1 2 3 4 5 6 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ആൻഡ് ഗ്രേപ്പിൽ വരുന്നത് 1 2 3 4 5 നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുവാണെങ്കിൽ ഒരു ഫോർ ലൂപ്പ് ഇട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ഒരു y എന്ന് പറയുന്ന ഒരു എംപ്റ്റി ലിസ്റ്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഫോർ എക്സ് ഇൻ അല്ലെങ്കിൽ ഫോർ ഐറ്റം ഇൻ എക്സ് കൊടുത്ത ശേഷം നമുക്ക് എലിയൻ ഓഫ് ലെങ്ത് എന്ന് പറയുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഓരോ ഐറ്റത്തിൻ്റെയും ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമുക്ക് y എന്ന് പറയുന്ന ആ ഒരു വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത വേരിയബിളിലോട്ട് അപ്പെൻഡ് ചെയ്ത് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈയിൽ ഈ പറയുന്ന 565 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യാതെ ഒരു സിംഗിൾ ലൈൻ, അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഇപ്പോൾ 1 2 3 ലൈൻസ് വേണ്ടി വന്നു. ഇത് ചെയ്യാതെ നമുക്ക് എങ്ങനെ സിംഗിൾ ലൈനിൽ ഇത് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനാണ് നമുക്ക് ലിസ്റ്റ് കോംപ്രിഹെൻഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ സിമ്പിളായിട്ട് y ഈക്വൽ ടു ഒരു സിമ്പിൾ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അവിടെയാണ് ഇതിൻ്റെ അകത്താണ് ഞാൻ ലിസ്റ്റ് കോംപ്രിഹെൻഷൻ എഴുതുന്നത്. അപ്പോൾ എനിക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്, ഫോർ എക്സാമ്പിൾ ഐറ്റം ഫോർ ഐറ്റം ഇൻ എക്സ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് സംഭവിക്കുക, എക്സിൻ്റെ അകത്ത് ഓരോ തവണയും മൈട്രേറ്റ് ചെയ്തിട്ട് ഇവിടെ ഐറ്റം എന്ന് പറയുന്നത് പ്ലേസ് ചെയ്യും. അതായത് ബേസിക്കലി എനിക്ക് വൈയിൽ കിട്ടുന്നുണ്ടാവുക സെയിം എക്സ് എന്ന് പറയുന്ന അതേ ലിസ്റ്റ് തന്നെയായിരിക്കും ഔട്ട്പുട്ടായിട്ട് വരിക. നമുക്ക് ആക്ച്വലി അതല്ല വേണ്ടത്, നമുക്കതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ കൗണ്ട് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് വേണ്ടത്. സോ അത് കിട്ടാനായിട്ട് നമുക്കിവിടെ എലിയൻ ഓഫ് ഐറ്റം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ y ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. ഇപ്പോൾ നേരത്തെ ഞാനിത് ഐറ്റം മാത്രം കൊടുത്തപ്പോൾ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വൽ ആ വേരിയബിൾ വാല്യൂസാണ് കിട്ടുക. നേരെ മറിച്ച് എലിയൻ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ കൗണ്ട് ഓഫ് ക്യാരക്ടേഴ്സും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് നമുക്ക് ലിസ്റ്റ് കോംപ്രിഹെൻഷനിൽ ഒരു സിംഗിൾ ലൈനിൽ നമുക്കൊരു ലിസ്റ്റിനെ പ്രോസസ്സ് ചെയ്ത് വേറൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്.